ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കി. സാമ്പാറോ ചട്നിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നല്ല ആച്ചി കമ്പനിക്കാരുടെ നല്ല ചുള്ളൻ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. അതുകൂട്ടിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എൻ്റെ ട്രിപ്പ് ഞങ്ങൾക്ക് രണ്ടു കൂടെ 8 ഇഡ്ഡലി ഉണ്ടാക്കി. അത് മതി, ധാരാളം കഴിക്കാനുണ്ട്. നല്ല പാക്കറ്റിലെ ഇഡ്ഡലി മാവാണ് വാങ്ങിച്ചത്. കുഴപ്പമൊന്നുമില്ല. നല്ല 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 സോഫ്റ്റായ ഇഡ്ഡലിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുണ്ടാക്കി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ മഴ ഭയങ്കരമായിട്ട് തകർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്തോട്ടൊന്നും മത്സ്യമൊന്നും വാങ്ങിക്കാനായിട്ട് പോകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അകപ്പാടെ അവിടെ ജംഗ്ഷനിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 വശവും കൈവരിയുണ്ട്. പക്ഷേ ആ കൈവരിയിലൊന്നും ടൈൽസ് ഇട്ടേക്കാണ്. പക്ഷേ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കൈവരി. പക്ഷേ അതുകൊണ്ട് നമുക്ക് ടൈൽസിലോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ എങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ തോന്നും. പ്രയാസമായതുകൊണ്ട് പോയില്ല. അപ്പം പെട്ടെന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു വലിയ 3 മുട്ടയുണ്ട്, പുഴുങ്ങി വരിഞ്ഞ് വെച്ചു. 3 മുട്ടയ്ക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള കനം കുറച്ചരിഞ്ഞ് അല്പം എണ്ണയിലൊന്ന് വഴറ്റി. മറ്റൊന്നും തന്നെ ചേർത്തില്ല. പൊടികളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളത് കൊണ്ട് അത് ചേർത്തില്ല. അത് കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതി. പൊടികളായിട്ട് ഒരു മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തേയില്ല, ഒരു കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല, ഇത്രയും ചേർത്ത് ഉള്ളിയും ചേർത്ത് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് വീണ്ടും വഴറ്റി കഴിഞ്ഞിട്ട് മുട്ട ചേർത്ത് വേണമെങ്കിൽ 1 സ്പൂൺ വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഉള്ളി ഒന്നല്പം വെന്ത് മസാലയൊക്കെ പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ അല്പം ടൊമാറ്റോ സോസ് അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നല്ലതൊരു ഇളക്കി മുട്ടയും കൂടെ ചേർത്ത് ചെറു തീയിൽ വെച്ച് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ മുട്ട റോസ്റ്റ് റെഡി. അധികം എണ്ണ ചേർക്കാത്തതായതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്തില്ല, മുളക് പൊടി മാത്രം, അല്പം, ബാക്കി എല്ലാ പൊടികളും അല്പം വീതം, അത്രയേ ഉള്ളൂ. നമ്മൾ എണ്ണ കുറച്ച് ചേർക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുപാടാകരുതല്ലോ. അതുകൊണ്ട് അങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി. കൂട്ടത്തിൽ മറ്റു കറികളും ഉണ്ടാക്കി. മുട്ട റോസ്റ്റ് ഉണ്ട്. 2 പോരുന്ന ഉച്ചയ്ക്ക് കഴിക്കാം. ഒരു മുട്ട പൊട്ടിപ്പോയതാണ് ഇളകി കിടക്കുന്നത്. പിന്നെ ബാക്കി ഇന്നുണ്ടാക്കിയ കൂട്ടാൻ കുറച്ച് ചെറിയ ചേമ്പ് ഉണ്ടായിരുന്നു. ചെറിയ ചേമ്പ് മെഴുക്ക് പുരട്ടി വെച്ചു. നല്ല പെട്ടെന്ന് വേകുന്ന ചേമ്പായതുകൊണ്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അതിനും അല്പം എണ്ണയെന്ന് വെച്ചാൽ എണ്ണയൊന്നും പ്രത്യേകം വാങ്ങിച്ചില്ല. ഇനി വാങ്ങിക്കണം, മോൻ തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് വാങ്ങിക്കണം. അതുവരെ ഉള്ള എണ്ണയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഉണ്ടാക്കിയത് വൻപയർ തോരനുമാണ്. വൻപയർ തോരനും ചേമ്പ് മെഴുക്കുവരട്ടിയും മുട്ട റോസ്റ്റും. പിന്നെ ഇതുണ്ട്, പച്ചമോരുണ്ട്. അത് ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ കാച്ചി വെച്ചു. എല്ലാം കൂടി രാവിലെ ചെയ്യാൻ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചേമ്പ് മെഴുക്ക് പുരട്ടി കാച്ചിയ മോര് ഇന്നലെ വൈകിട്ടേ ഉണ്ടാക്കി. ബാക്കി 3 വിഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മുട്ട പൊട്ടിപ്പോയി. അധികം എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റാണ്. ബാക്കി 2 മുട്ട ഫുള്ളായിട്ട് കിട്ടി. അത് ഇരിക്കട്ടെ. വൻപയർ തോരൻ ചൂട് മാറിയില്ല. പിന്നെ ചേമ്പ് മെഴുക്ക് പുരട്ടി. നല്ല ചെറിയ ചേമ്പാണെങ്കിലും നല്ല പെട്ടെന്ന് വന്ന് നല്ല ടേസ്റ്റുള്ള മെഴുക്ക് പുരട്ടിയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങാം. പുറത്ത് മഴ ഇന്നലെ രാത്രിയിലും മഴയായിരുന്നു, ഇപ്പോഴും മഴയാണ്. പുറത്തോട്ടൊന്നും സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും പോകാനൊക്കത്തില്ല. റോഡിൻ്റെ 2 വശവും ഉള്ള ഫുട്പാത്തിലൊക്കെ ടൈൽസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ കൈവരിയില്ല. ഇവിടെ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ മഴക്കാലമില്ല, വെള്ളം അവിടെയായിട്ടൊക്കെ റോഡിലുണ്ട്. അതുകൊണ്ടൊക്കെ ഉള്ള സാധനങ്ങളുമായിട്ടൊക്കെ ഇന്ന് ഫിഷ് വാങ്ങിക്കാനൊക്കെ പോകാനിരുന്നതാണ്. പക്ഷേ സാഹചര്യം ആകപ്പാടെ മോശം, മഴ ആകപ്പാടെ ഇരുണ്ട് കിടക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു 2-3 മുട്ട പുഴുങ്ങിയെടുത്ത് റോസ്റ്റ് ചെയ്യാം, ബാക്കി കൂട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കാം. അത് മതി, നമ്മൾ പലതും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ശരി, നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങാം.
വൻപയർ രാവിലെയാണ് കുതിർത്തത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ അടച്ച് വെച്ചിരുന്നാൽ അത് കഴിഞ്ഞിട്ട് ചട്ടിക്കകത്തിട്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ കുക്കറിനകത്തിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം. തലേ ദിവസം കുതിർത്തില്ലെങ്കിൽ തന്നെയും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് കഴിക്കാം.